ചരിത്രത്തെ പുനരാവിഷ്കരിക്കുവാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ് ഈ ജാഥ വിളിച്ചു പറയുന്നത്. ഇതിപ്പോൾ എല്ലാ പൗരന്മാരും ഉയർത്തേണ്ട മുദ്രാവാക്യമാണ്. നമ്മൾ മുസ്ലിം മാത്രമല്ല, രാജ്യത്തെ എല്ലാ വിശ്വാസികളും ഉയർത്തേണ്ട മുദ്രാവാക്യം. മുസ്ലിങ്ങൾ മാത്രമല്ല, സഹോദരങ്ങളുണ്ട്, ക്രൈസ്തവ സഹോദരങ്ങളുണ്ട്, മറ്റ് വിഭാഗങ്ങൾ. ആരെല്ലാമാണോ ആരാധനാലയങ്ങളിലേക്ക് പോകുന്നത്, ആരെല്ലാമാണോ ആരാധനാലയങ്ങളിൽ വിശ്വാസം അർപ്പിക്കുന്നത്, അവരോരോരുത്തരും വിളിക്കേണ്ട മുദ്രാവാക്യമാണ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെ കരുത്തിട്ട ചെറുപ്പക്കാർ ഇവിടെ ഉയർത്തിയിരിക്കുന്നത്. ഇവിടെ നടത്തിട്ട് മാത്രമല്ല, ഈ മുദ്രാവാക്യം ലോകം മുഴുവൻ അലയടിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. നമുക്ക് ഈ മുദ്രാവാക്യം വിളിക്കാൻ ഏറ്റവും വലിയ അർഹതയുമുണ്ട്. നമ്മളിപ്പോൾ പറയുന്നത് എന്താണ്? ആരാധനാലയ നിയമം പാസ്സാക്കുക എന്നുള്ളത്. മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെ ഉത്തരം ഇപ്പോൾ ഗ്യാൻലാബി മസ്ജിദിൻ്റെ ഇഷ്യൂള്ള സമയമാണ്. അതാണ് നമ്മുടെ ഈ യാത്രയ്ക്ക് കൊടുക്കുന്നത്. ഈ വിഷയത്തിൽ മുസ്ലിം ലീഗ് അത് ചെയ്തു എന്നതിന് ഉത്തരം പറയുന്നത് ആരാന്നറിയുന്നത്? ഈ ഗ്യാൻലാബി മസ്ജിദിൻ്റെ ഉടമകൾ ഫിറോസോട് പറഞ്ഞ പോലെ ഗ്യാൻലാബി മസ്ജിദിന്റെ പൂജയ്ക്ക് അനുവദിച്ച ഘട്ടത്തിൽ അതിനെതിരെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത മസ്ജിദ് അധികൃതരോട് വാർത്താ ലേഖനങ്ങൾ എന്താണ് ഇവരുടെ ആവശ്യം? അവർ പറഞ്ഞു, ഞങ്ങളുടെ ആവശ്യം 1991 ആരാധനാലയ സംരക്ഷണ നിയമം പാസ്സാക്കുക. നമ്മളിപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ്. ആ മുസ്ലിം ലീഗ് എന്ത് ചെയ്തു എന്നുള്ള ഉത്തരം അവർ തന്നെ നമുക്ക് പറഞ്ഞു തരികയാണ്. ആ ഇരകൾ തന്നെ നമുക്ക് പറയുകയാണ്. അപ്പൊ ഇരകളോടൊപ്പം നിൽക്കുന്ന ഇന്ത്യയിലെ ഏക രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് എന്ന് ഒരിക്കൽ കൂടി നമുക്ക് തെളിയിക്കുവാൻ സാധിച്ചു. മുസ്ലിം ലീഗ് ഒരിക്കലും മുസ്ലിം ലീഗിന്റെ എപ്പോഴും എന്തിനാണ് മുസ്ലിം ലീഗ് ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് കാര്യങ്ങൾ കാണാറ്. ചില ആൾക്കാരുടെ ചില പാർട്ടിക്കാരുടെ സീസൺ ബേസ്ഡാണ് അതിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനത്തെ കാര്യങ്ങൾ ഉത്സവ കച്ചവടക്കാരെന്ന് വേണമെങ്കിൽ നമുക്ക് അവരെ വിളിക്കാൻ പറ്റും. തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഇപ്പൊ ബാബരി മസ്ജിദിനെ ഇഷ്യൂ ആക്കുന്ന ആൾക്കാരുണ്ട്. തെരഞ്ഞെടുപ്പ് എന്ന ഉത്സവം മുന്നിൽ കണ്ടുകൊണ്ട് അതിനെ വോട്ടാക്കാൻ പറ്റുമോ എന്ന് വിചാരിക്കുന്ന പാർട്ടികളൊക്കെ ഉണ്ട്. മുസ്ലിം ലീഗ് ഇങ്ങനെയല്ല. നമ്മൾ സീസൺ ബേസ്ഡല്ല, ഇഷ്യൂ ബേസ്ഡാണ്. തെരഞ്ഞെടുപ്പ് നമുക്ക് ഒരു പ്രശ്നം, ഒരു ചുക്കുമല്ലാത്തതാണ്. അത് 1992 തന്നെ നമുക്ക് തെളിയിച്ചതാണ്. തൊട്ടടുത്ത് തെരഞ്ഞെടുപ്പ് വരുന്നു. എന്നാൽ അന്ന് മുസ്ലിം ലീഗിന്റെ അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ എടുത്ത തീരുമാനം ഉണ്ടായിരുന്നു. വോട്ട് ചോരും എന്ന് പരിപൂർണ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും അദ്ദേഹം എടുത്ത തീരുമാനം അത് രാജ്യസ്നേഹപരമായിട്ടുള്ള തീരുമാനമായിരുന്നു. സാമുദായിക സുരക്ഷിതത്വത്തിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. സാമൂഹ്യമായിട്ടുള്ള സമാധാനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനമായിരുന്നു. അല്ലാതെ മുമ്പ് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ സദ്ദാം ഹുസൈനെ കൂട്ടുപിടിച്ച സീസൺ കച്ചവടക്കാരൊക്കെ ഉണ്ടല്ലോ. അതല്ല മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം. ഇഷ്യൂ ബേസ്ഡായിട്ടാണ് അത്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ബാബരി മസ്ജിദ് നടന്ന വേളയിൽ ഇന്ത്യയിലെ ഇന്ത്യയിലെ ഒരേ ഒരു നിയമസഭയാണല്ലോ പ്രമേയം പാസ്സാക്കിയത്. എന്താ പ്രമേയം പാസ്സാക്കിയത്? ബാബരി മസ്ജിദ് പ്രതിഷേധമുണ്ട് എന്നുള്ളതല്ല, ബാബരി മസ്ജിദ് പുനർനിർമ്മിക്കണം എന്ന ആവശ്യം അത് കേരള നിയമസഭ പാസ്സാക്കി. കേരള നിയമസഭയിലെ മുസ്ലിം ലീഗിന്റെ അംഗം പ്രിയപ്പെട്ട KP മജീദ് സാഹിബാണ് അന്നത് അവതരിപ്പിച്ചത്. പാസ്സാക്കി. ബാബരി മസ്ജിദ് ചർച്ചയ്ക്ക് അതിനെ നമ്മളെല്ലാവരുടെയും സ്വീകാര്യത ഏറ്റുവാങ്ങിക്കൊണ്ട് തന്നെയാണ്. ആരെയും വെറുപ്പിച്ചുകൊണ്ടുമുണ്ട്.
അന്ന് ആരെയും നിർമ്മിച്ചുകൊണ്ടല്ല, എല്ലാവരുടെയും സ്വീകാര്യത നേടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ അപ്പോഴായിരുന്നു നമ്മുടെ മറ്റുള്ളവരുടെ സഹായത്തോടെ ജനാധിപത്യത്തിനും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടിയൊക്കെ നിലനിൽക്കുന്നത്. ഇനിയും നമുക്ക് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാനും സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പൗരത്വ നിയമം പാസ്സാക്കാൻ വേണ്ടി ഇവിടെ കാര്യങ്ങൾ അന്നും അതിനെതിരെ ശക്തമായി പ്രതിരോധിച്ചാര പാർലമെന്റിനകത്തും പുറത്തും നമ്മളതിനെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞല്ലോ ഏക സിവിൽ കോഡ് വന്നു, അത് മുസ്ലിം ലീഗിന്റെ കോർട്ടിലേക്ക് തട്ടാൻ ഇതിലോട്ട് ശ്രമിച്ചു. പക്ഷേ മുസ്ലിം ലീഗ് അവിടെ സാമൂഹ്യമായ ചർച്ചയിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഏക സിവിൽ കോഡ് ഭരണഘടനാ വിരുദ്ധമാണ്, അത് രാജ്യവിരുദ്ധമാണ് എന്ന് എല്ലാവർക്കും അംഗീകരിപ്പിക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളത്. ഇപ്പോൾ അതിന്റെ പ്രശ്നം വന്നപ്പോൾ പാർലമെന്റിൽ അതിനാദ്യമായി പ്രതിഷേധിച്ചതാരാണ്? നമ്മുടെ പ്രിയങ്കരായ പാർലമെന്റ് സമുച്ചയത്തിൽ അങ്കണത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുമ്പിൽ ആദ്യമായി പ്രതിഷേധിച്ച രാഷ്ട്രീയ പാർട്ടി ഇന്ത്യൻ. നമ്മൾ വെറുതെ പറയുകയല്ലേ ചെയ്യുന്നത്, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുകയും ചെയ്തതങ്ങനെ പരപ്പുറത്ത് കയറി കൂവുകയും ചെയ്യുന്ന സ്വഭാവമൊന്നും നമുക്കില്ല. നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും, സത്യസന്ധമായി നമ്മൾ ചെയ്യുകയും ചെയ്യും. അതാണിപ്പോൾ പ്രിയപ്പെട്ട എന്താ പറയുക ഫിറോസിൻ്റെയൊക്കെ നേതൃത്വത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ഇസ്മായിലിൻ്റെ നേതൃത്വത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ പൂക്കോട്ടുകളിൽ നിന്നും 9 കിലോമീറ്റർ നടന്ന് ഇവിടെ ഈ കോട്ടപ്പുള്ളിയിൽ അവസാനിച്ചു. ഇതിവിടെ അവസാനിക്കുന്നില്ല, ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രമാണ്. എനിക്ക് ഭരണാധികാരികളോട് ഓർമ്മിപ്പിക്കാനുള്ളത് ഈ എക്സ്കവേഷൻ എന്നുള്ളത്, ഈ ആദ്യം കുഴിച്ചു നോക്കുക എന്നുള്ളത്, അത് ആരാധനാലയങ്ങളോട് വേണ്ട എന്നാണ് എനിക്ക് പറയുന്നത്. അത് 1947 ഏതവസ്ഥയിലാണോ ഇന്ത്യയിലെ ഓരോ ആരാധനാലയവും ഉള്ളത്, ഇനിയുള്ള കാലവും അങ്ങനെ തന്നെ ആയിരിക്കണം. അതല്ല എന്ന് പറയാൻ ആരെങ്കിലും കുഴിച്ചു നോക്കുന്നുണ്ടെങ്കിൽ ആരാധനാലയങ്ങളുടെ വക്താക്കൾ ഒരുപക്ഷെ കുഴിച്ചു നോക്കുന്നവരെ ആട്ടി ഓടിക്കും എന്നതിൽ പറ്റുന്നു. വിശ്വാസമാണ് നമുക്ക് പ്രധാനമായിട്ട്. വിശ്വാസത്തോടൊപ്പമാണ് നമ്മളെല്ലാവരും. ഓരോരുത്തരുടെയും വിശ്വാസം സംരക്ഷിക്കപ്പെടണം. ഇന്ത്യയുടെ ഭരണഘടന അതാണ് നമുക്ക് ഉറപ്പുവരുന്നത്. ഇന്ന് ആ ഭരണഘടനയെ ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ ഒരിക്കലും നമുക്ക് അനുവദിക്കാൻ സാധ്യമല്ല. നമ്മൾ ഈ ജാഥ തന്നെ ഞാൻ ബാബി മസ്ജിദിന്റെ ആ ആരാധനാലയ സ്വാതന്ത്ര്യം നിലനിർത്താൻ വേണ്ടി മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടന നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ജാഥയാണ് ഇപ്പോൾ നമുക്ക് നിയമത്തിന്റെ വഴിയിലൂടെ തന്നെ നമുക്ക് സ്വീകരിക്കാം. നമുക്ക് ആരോടും ഏറ്റുമുട്ടാനൊന്നും പോകാം. വൈകാരികമായിട്ട് നമുക്ക് കാര്യം കാണേണ്ടത് നേരത്തെ ഫിറോസോട് വിശദീകരിച്ചു. വൈകാരികതയല്ല മുസ്ലിം ലീഗിൻ്റെതായിട്ട് വിവേകപൂർണമായിട്ടുള്ള നിലപാടുകളാണ് എന്ന് മുസ്ലിം ലീഗ് എടുത്തിട്ടുള്ളത്. ഏത് പ്രതിസന്ധി വന്നാലും ആരോടും പിണങ്ങാതെ വിവേകത്തോടെ തന്നെ മുസ്ലിം ലീഗ് ഇനിയും തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനത്തിന് പിന്നിൽ അണിനിരക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരും എന്നും മുന്നോട്ട് വന്നിട്ടുണ്ട്, ഇനിയും മുന്നോട്ട് വരും എന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നിങ്ങൾ യുവത്വത്തിന്റെ ഊർജമുള്ളവരാണ്. ആ ഊർജം രാജ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നു എന്നുള്ളത് നാളെ ചരിത്രം 1000 തവണ രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ തപ്പുന്നത്. നമുക്ക് ഒറ്റക്കെട്ടായി ഇനിയും മുന്നോട്ട് പോകാം. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിർത്താൻ അക്രമകാരികളായ ഭരണാധികാരികളിൽ നിന്നും രാജ്യത്തെ രക്ഷപ്പെടുത്തുക. നമ്മളാരെയും ഭയപ്പെടേണ്ടതില്ല. അക്രമിയായ ഭരണാധികാരിയോട് നിങ്ങൾ അക്രമിയാണ് എന്ന് വിളിച്ചു പറയുന്ന ജിഹാദാണ്, ആ ജിഹാദാണ് മുസ്ലിം യൂത്ത് ലീഗ് നടത്തുന്നത്.